ജിഹാദിന്റെ പേരിൽ കൊലപാതകം നടത്തുവാനാണ് കൊടുംഭീകരൻ സയ്യിദ് ബിൻ അത്തീഫ് അൽ അവ്ലാക്കിയുടെ ആഹ്വാനം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, ബിസിനസ്സുകാരനായ എലോൺ മസ്ക് എന്നിവരും അവരുടെ കുടുംബാംഗങ്ങളും കൊല ചെയ്യപ്പെടുവാനാണ് ആഹ്വാനം നൽകിയിരിക്കുന്നത്. കൂടാതെ അമേരിക്കയിലെ യഹൂദന്മാരെ കൊല്ലണമെന്നും യൂറോപ്പിലെ 1.6 കോടിയിലധികം മുസ്ലിങ്ങൾ യഹൂദർക്ക് ഒരിടത്തും സുരക്ഷ നൽകരുതെന്നും അവ്ലാക്കി പറയുന്നു. അക്രമം എന്നത് ഏറ്റവും വലിയ ജിഹാദാണെന്നും ഈജിപ്റ്റ്, ജോർദാൻ, ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ യഹൂദന്മാരെ പിന്തുണയ്ക്കുന്നവരായ ശത്രുക്കളെന്നാണ് അവ്ലാക്കി വിശേഷിപ്പിച്ചത്. അറബ് രാജ്യങ്ങളിലെ സൈനികർ, പ്രത്യേകിച്ച് പൈലറ്റുമാർ, അമേരിക്കൻ താവളങ്ങൾ, യഹൂദരെയും ലക്ഷ്യമാക്കി ആക്രമണം നടത്തണം. അമേരിക്കയിലെ 45 ലക്ഷം മുസ്ലിങ്ങൾ പ്രതികരിക്കണമെന്നും അവിശ്വാസികളെ കൊല്ലണമെന്നും അവ്ലാക്കി ആഹ്വാനം ചെയ്യുന്നു. US സെനറ്റും അമേരിക്കൻ ഇസ്രായേൽ കമ്പനികൾ, പ്രത്യേകിച്ച് എലോൺ മസ്കിനെയും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെയും ലക്ഷ്യമാക്കണമെന്നും നശിപ്പിക്കണമെന്നും അൽ-ഖ്വയ്ദ ഭീകര നേതാവ് ആഹ്വാനം ചെയ്യുന്നു. US-ൽ താമസിക്കുന്ന മുസ്ലിം സമൂഹത്തോടാണ് ഭീകര നേതാവിന്റെ കൊലവിളി ഉയർന്നത്. പ്രതികാരം ചെയ്യാനാണ് അവ്ലാക്കി ആവശ്യപ്പെടുന്നത്. ഗാസയിൽ ഇനിയൊരു ഒത്തുതീർപ്പ് ആവശ്യമില്ലെന്നും അവ്ലാക്കി പറയുന്നു. അതേസമയം 2024 മാർച്ചിലാണ് അൽ അവ്ലാക്കി അൽ-ഖ്വയ്ദയുടെ തലപ്പത്തെത്തിയത്. $6 മില്യൺ US ഈ കൊടുംഭീകരന്റെ തലയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യമനിലാണ് ഈ തീവ്രവാദി കഴിഞ്ഞു പോരുന്നതെന്നാണ് രഹസ്യവിവരം. അൽ-ഖ്വയ്ദയുടെ നേതൃത്വസ്ഥാനത്ത് എത്തിയ ശേഷമുള്ള അവ്ലാക്കിയുടെ ആദ്യ വീഡിയോ സന്ദേശമാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.